അന്താരാഷ്ട്ര നഴ്സുമാരുടെ ദിനം ആഘോഷമാക്കി ഹോളിക്രോസ് ആശുപത്രി. 1906 ഹോളിക്രോസ് സന്യാസിനികൾ കേരളത്തിലെത്തുന്നതും ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തനം ആരംഭിക്കുന്നതും. തിരുവിതാംകൂറിന്റെ ആധുനിക കേരള ചരിത്രത്തിൽ നൂതനവും ക്രിയാത്മകവുമായ ആതുര ശുശ്രൂഷ സംഭാവന ചെയ്തത് ഹോളിക്രോസ് സന്യാസിനികളാണ്. ഹോളിക്രോസ് സന്യാസിനികൾ സ്വിറ്റ്സർലൻഡിൽ നിന്നും 1906 തിരുവിതാംകൂറിന്റെ മണ്ണിൽ കാലുകുത്തി. അന്നത്തെ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ മഹാരാജാവും കൊല്ലം ബിഷപ്പ് മരിയ അലോഷ്യസ് ബെൻസിഗർ പിതാവുമാണ് ഈ സംരംഭത്തിന്റെ പിന്നിലുള്ള കരങ്ങൾ. 1906 നവംബർ 4 തങ്ങളുടെ ആതുര ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച് ആദ്യമായി തിരുവിതാംകൂറിൽ ജനറൽ ആശുപത്രിയിൽ സേവനം ചെയ്തു. പിന്നീട് കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റൽ, ജില്ലാ ആശുപത്രി, തിരുവനന്തപുരത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള ആശുപത്രി, നൂറിനാടുള്ള ലെപ്രസി സാനിറ്റോറിയം എന്നിവിടങ്ങളിലും സേവനം ചെയ്തു തുടങ്ങി. കേരളത്തിലും തമിഴ്നാട്ടിലും ഗവൺമെന്റ് ആശുപത്രികളിൽ ഓണററി സർവീസ് നൽകി പോരുന്നു. ഇന്നും 5 ആശുപത്രികളിൽ ഓണററി സർവീസ് ഞങ്ങളുടെ സിസ്റ്റേഴ്സ് ചെയ്തു വരുന്നു. അതുപോലെ തന്നെ ഹോളിക്രോസ് സന്യാസിനികൾ 1908 ജനറൽ ആശുപത്രിയിൽ ANM കോഴ്സ് തുടങ്ങിയപ്പോൾ അവർക്ക് പരിശീലനം നൽകി തുടങ്ങി. പിന്നീട് GNM നഴ്സ് തുടങ്ങിയപ്പോഴും പ്രായോഗിക പരിശീലനം നൽകിയത് ഹോളിക്രോസ് സന്യാസിനികളാണ്. 1958 ഐക്യ കേരളം സ്ഥാപിച്ചതിന് ശേഷം ആദ്യമായി സ്വയാശ്രയ ആതുര ശുശ്രൂഷ പരിശീലനം ആരംഭിച്ചത് ലൂർദ് സ്കൂൾ ഓഫ് നഴ്സിംഗിലാണ്. ഹോളിക്രോസ് ആശുപത്രി 1952 ബിഷപ്പ് ജെറോം ആശീർവദിച്ച് നൽകി. ഇന്ന് അതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി വളർന്നിരിക്കുന്നു. അനുകമ്പയും സ്നേഹവും കരുണയും ഈ ആശുപത്രിയുടെ മുഖമുദ്രകളാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും വടക്കേ ഇന്ത്യയിലും അതുപോലെ തന്നെ ശ്രീലങ്കയിലും ആതുര ശുശ്രൂഷയുടെ ചുക്കാൻ പിടിച്ച് ഹോളിക്രോസ് സന്യാസിനികൾ മുന്നോട്ട് പോകുന്നു. ഇന്ന് ഇന്റർനാഷണൽ നഴ്സസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഒത്തിരിയേറെ സ്നേഹത്തോടും അഭിമാനത്തോടും കൃതജ്ഞതയോടും കൂടെ എല്ലാവർക്കും ഹാപ്പി നഴ്സസ് ഡേ.